നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ബന്ധത്തിൽ അവർ എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കുക എന്നതും, പ്ലസ് അവർ നിങ്ങളോട് എന്തെങ്കിലും ഹൈഡ് ചെയ്തിരുന്നോ, പാസ്റ്റിൽ നിങ്ങൾക്ക് മുന്നിലുള്ള പല കാര്യങ്ങളും അവർ നിങ്ങളോട് ഹൈഡ് ചെയ്തിരുന്നോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേരും മുഖവും മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് കണക്റ്റ് ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിന്, ആ ഒരു ഡിവൈൻ നൽകിയ അനുഗ്രഹത്തിന് തീർച്ചയായിട്ടും റീഡിങ്സ് കേട്ടതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ്, അല്ലെ താങ്ക് യു ഏഞ്ചൽസ്, എന്തെങ്കിലും ഡിവൈൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് നിങ്ങളുടെ പ്രസൻസ് ഈ റീഡിങ്സിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നമ്മൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായി തീരാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങളിലൂടെയും കടന്നു പോകാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുത്താൽ അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. പോസിറ്റീവായ തോട്ട്സുകളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ജീവിതത്തിൽ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കിൽസ് എപ്പോഴും നിങ്ങൾ ഉപയോഗമാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഒരിക്കലും എവിടെയും ഒളിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റിയോട് കൂടി നോക്കാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾ, അത് കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിനെ ബേസ് ചെയ്തായിക്കോട്ടെ, മാരേജ് ലൈഫിനെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ ബ്ലോക്കേജുകളെയും നിങ്ങളുടെ ശത്രുഭാവങ്ങളെയും, നിങ്ങൾക്ക് ഡെവിൾ എനർജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടെങ്കിൽ, ശത്രുക്കളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾക്ക് ക്ലാരിറ്റിയോട് കൂടി നോക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. ഇതെല്ലാത്തിനും അപ്പുറം നമുക്ക് ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത്, അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. പാസ്റ്റിൽ എന്തെങ്കിലും കാര്യത്തെ അവർ ഹൈഡ് ചെയ്തിരുന്നോ, നിങ്ങളോട് പറയാത്ത എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ, അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് മുൻപുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ദ മജീഷ്യൻ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം നമുക്കിതിൽ വന്നിരിക്കുന്നത് ജൂൺ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസമുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ജൂലൈ മാസത്തിൻ്റെ എനർജി ഉണ്ട്. സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അത്രയും എനർജികൾ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ വെച്ച്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, മാസം ഉണ്ടല്ലോ, അതാണ് കേട്ടോ കണക്റ്റ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ അവരുടേതോ നിങ്ങളുടേതോ ആയിരിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദ മജീഷ്യൻ എനർജിയാണ് കേട്ടോ. അതായത് അവർ ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ അവർ സ്റ്റക്കാണ്. അത് 100% ഉറപ്പാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യേണ്ടവരാണ്. അവർ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ സ്റ്റക്കാണ്. അവർ എന്ത് കാര്യം ചെയ്താലും അവസാനം വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ തോട്ട്സിലാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അതൊരു മിറാക്കിൾ പോലെ, ഒരു മാജിക്ക് പോലെ അവരെ
പൂർണ്ണമായിട്ടും വലയം ചെയ്ത് അവരിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദ മജീഷ്യൻ എനർജിയാണ് ഈ ഒരു റിലേഷൻ, ഒരു മാജിക്കൽ റിലേഷനാണ് കേട്ടോ. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവും ഇത് എന്ത് തരത്തിലെ റിലേഷനാണ്, ഇതിനകത്ത് സംഭവിക്കുന്ന ഈ മാനസിക പിരിമുറുക്കങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, അതായത് അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളെയും അവരെയും ഉറക്കം കെടുത്തുന്ന ഒരു പവർഫുള്ളാകുന്ന ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടെലിപ്പതി പോലെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു റിലേഷൻ ഒരു മാജിക്കൽ റിലേഷനാണ്. അതായത് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്ന് വന്നതാവാം, അതല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു കുസൃതി എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും. ഡിവൈൻ്റെ ഒരു തമാശ പോലെ നമുക്ക് ഡിവൈൻ ഇത് ആസ്വദിക്കുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു അവസ്ഥ കണ്ട് ഡിവൈൻ ആസ്വദിക്കുന്ന ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അത്ര പവർഫുള്ള് നമുക്ക് നമ്മളുടെ ഇത് റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ കാർഡ്സുകളും കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പോലും അതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന തരത്തിൽ ഒരു മാജിക്കൽ റിലേഷൻഷിപ്പാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരുപാട് ഡാർക്ക് സിറ്റുവേഷൻസുകളുണ്ട്, ഇരുണ്ട, അതായത് രഹസ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ ഒരു ബന്ധം. നിങ്ങളിലും ഒരുപാട് രഹസ്യങ്ങൾ നിൽപ്പുണ്ട്, അവരും നിങ്ങളോട് ഹൈഡ് ചെയ്ത ഒരുപാട് രഹസ്യങ്ങൾ നിൽക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അതുപോലെ വലിയ ഹെൽത്തിയാണ്, ഭയങ്കര ഒരു പവർഫുള്ളാണ് ഈ ഒരു റിലേഷൻ. നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ ഒരു വലിയൊരു സ്ട്രെങ്ത്, ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജി ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു സ്ട്രെങ്താണ്, പവർഫുള്ളാണ്, ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു എനർജിയോട് കൂടിയ ഒരു ബന്ധത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായ ഒരു ബന്ധത്തിൻ്റെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് ഈ ഒരു റിലേഷനെ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അത് എല്ലാ രീതിയിലും നിങ്ങളെ അവർ സങ്കല്പിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ശരിക്കും ഒരു മാജിക്ക് നടക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തിൽ പറയാൻ സാധിക്കും കേട്ടോ. വളരെയധികം പോസിറ്റീവാണ് കേട്ടോ. ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇമോഷണലി പൂർണ്ണതയാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളിലും സംതൃപ്തമാണ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ബന്ധമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പവർഫുൾ ആകുന്ന ചില എനർജികളുണ്ട്. അതായത് നിങ്ങൾക്കൊരിക്കലും അവരെ വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവരൊരു അബണ്ടൻസ് ആണ്, അവർക്ക് നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. അത്രത്തോളം കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. മാത്രവുമല്ല ഇതിനകത്ത് ഒരു ശരിക്കും ഇതിനകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാതെ രണ്ട് വ്യക്തികളും എലോൺ എനർജിയിൽ ഈ ബന്ധത്തെ ബേസ് ചെയ്ത് നല്ല കുറേ തീരുമാനങ്ങൾ എടുത്തു വെച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങളുടെ പാസ്റ്റിലെ എനർജിയിലാണ് കേട്ടോ. ആ ഒരു തീരുമാനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു പാഷൻ, ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ഒരു സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് കുറേ തീരുമാനങ്ങൾ എടുത്തു വെച്ചിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം പവർഫുൾ ആണ് എങ്കിൽ പോലും ഈ ഒരു വ്യക്തി സറണ്ടർ ചെയ്ത് പരാജയം സമ്മതിച്ച് നിൽക്കുകയാണ്. അതായത് ആ ഒരു വ്യക്തിക്ക് കോൺഫിഡൻസോട് കൂടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം പരാജയപ്പെട്ട പോലെ അല്ലെങ്കിൽ തോറ്റ് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാമെങ്കിലും ആക്ഷൻ എടുക്കുക എന്നതിനുള്ളൊരു പവർ എനർജി അവർക്ക് വരുന്നില്ല. അതായത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക എന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരു മടി കാണിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയിൽ കുറച്ച് ഈഗോ എനർജി നിൽപ്പുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ സംഭവിച്ച സമയങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളെ ഇപ്പോഴും അവർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവത്തെ അവർ
ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൈഡ് ചെയ്യല്ല, ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിടയിലുണ്ടായ ചില കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണയോടുള്ള ചില ചോദ്യങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ നമുക്ക് അമിതമായിട്ട് സ്നേഹവും കണക്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ അമിതമായിട്ട് സംശയിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം അവരിപ്പോഴും അവരിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈഗോ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു അവസരം തന്നാൽ നിങ്ങൾ വീണ്ടും കയറി അവരെ ഫൈറ്റിങ്ങിനായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് കണക്റ്റഡ് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ആ ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ദ ലവേഴ്സ് എനർജിയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് വശംവദമാവാൻ, നിങ്ങൾക്ക് അടിമപ്പെടാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ പൂർണ്ണമായിട്ടും സ്നേഹം, തൃപ്തി എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചോയ്സിൽ, അവരുടെ ലൈഫിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൽ അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അതുപോലെ തന്നെ വാല്യുബിൾ ആവാൻ പറ്റുന്ന, അതുപോലെ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾ തന്നെയാണ്. അവർക്ക് പക്ഷേ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ഒന്നിലധികം സിറ്റുവേഷൻസുകൾ അവരുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരതിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റിയുമുണ്ട്. അതായത് അവർക്ക് അവരിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ, മറ്റുള്ള ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. എന്താണെങ്കിലും അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടാണ് ഏറ്റവും പ്രഷ്യസ്നെസ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു പാർട്ട്ണറായിട്ട് അവരുടെ പാർട്ട്ണർ എനർജിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെയാണ്. അതുമാത്രവുമല്ല, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ കണക്റ്റഡ് ആയില്ലെങ്കിൽ പോലും ഈ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മകളെ ഒരു ലോങ് ടൈം എനർജിയിലേക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരിക്കലും ഇത് നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകുന്നില്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണതയോടുകൂടി എപ്പോഴും ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയില്ല, ഒരുമിച്ചില്ല, ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻസോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അവർക്കും നിങ്ങൾക്കും ഈ ഓർമ്മകളെ എപ്പോഴും മുന്നിൽ കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇതിനകത്ത് ഇമോഷൻസിനെ അവർ ഹൈഡ് ചെയ്യാനുള്ള കാരണം, അതായത് നിങ്ങളുമായിട്ട് അവരൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നത്, കോളാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ഒക്കെ സ്റ്റക്കായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഈ കോളും മെസ്സേജും എല്ലാം സ്റ്റക്നെസ് ആണ്. നിങ്ങളുടെ പ്രഷ്യസ്നെസ് അവർക്കറിയാം, നിങ്ങൾ എത്രത്തോളം അവർക്ക് വാല്യൂ കൊടുക്കുന്നെന്ന് അറിയാം, ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണതയൊക്കെ അവർക്കറിയാമെങ്കിലും ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് അവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഒരു അഡിക്ഷൻ്റെ പുറത്ത് ചെന്ന് ചാടിയ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആണ്. പവർ ലോസിങ് സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. പക്ഷേ അവിടെ ഒരു ബന്ധനമാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടിയെയും അവരെയും തമ്മിൽ ഒരു അദർശ്യ ശക്തി, ഒരു ശക്തമാകുന്ന ഒരു നെഗറ്റിവിറ്റി, ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ബന്ധനത്തിലാക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ അറിയുന്നു, നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റാതെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഇതിനകത്ത് ഫാമിലി എനർജി ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ ഫാമിലി എനർജിയുടെ പ്രസൻസ് ശരിക്കും ഒരു ബൗണ്ടറി, അതായത് നിങ്ങളുടെ ബന്ധത്തിനൊരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പേരൻസിൻ്റെയോ മറ്റു ബന്ധങ്ങളിലുള്ള ആളുകളുടേതാവാം ഇതിനകത്തൊരു ബ്ലോക്കേജ് വരുത്തിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ബ്ലോക്കേജ് എനർജി ഇപ്പം റിവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം യാതൊരു രീതിയിലും നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു സ്തംഭന അവസ്ഥയാണ് നമുക്ക് ആ ഒരു ഫാമിലി എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഒരു ഒരു ലോസ് എനർജിയിൽ, അതായത് അവരിൽ നിന്നും ഒന്ന് വിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു എലോൺ എനർജിയിലാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അതായത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലായിടത്തു നിന്നും നീങ്ങി നിൽക്കുന്നു. പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസ് മാത്രമാണ് ഒരു ബന്ധനം പോലെ അവരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്.
ശരിക്കും ഒരു ഹാപ്പി ഫാമിലി അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊരു സന്തോഷം നിറഞ്ഞ ലൈഫ് വേണം. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് തിരിച്ചു വേണമെന്നത് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, അതായത് എത്രത്തോളം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം പൂർണ്ണതയോടുകൂടി ചിന്തിക്കണം, അവിടെ എന്ത് ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബന്ധത്തിലൊരു മെച്യൂരിറ്റിയുടെ ആവശ്യമാണ് കാണുന്നത്. അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലൈഫിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും റിവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. കൈവിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അവരിൽ വളരെയധികം നിഴലിക്കുന്നുണ്ട്. കൈവിട്ടു പോകുമോ എന്നുള്ളൊരു എനർജി, അതായത് സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഒരു സമയമാണ് ഇപ്പം അവരുടെ ലൈഫിൽ. അവർക്ക് അവരുടേതാകുന്ന അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതായത് അവർക്കിടെ ഓവർ കോൺഫിഡൻസ് ആണ് അവരുടെ ലൈഫിൻ്റെ താളം തെറ്റിച്ചത് പാസ്റ്റിലെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ടോക്സിക് ആകുന്ന വ്യക്തികളുമായിട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ. അത് അവർക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസിൽ അവരൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി ബന്ധനം ഒഴികെ ബാലൻസ് എല്ലാം അവരെ സംബന്ധിച്ച് അവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരൊരു ടോക്സിക് സിറ്റുവേഷൻസിലാണ് ഇത്രയും കാലം കണക്റ്റ് ചെയ്ത് കടന്നു പോയത്. ഒരിക്കലും അവർക്കൊരു ഹെൽത്തി എനർജിയുള്ള ഒരു റിലേഷൻഷിപ്പിലും വരാൻ സാധിച്ചില്ല, അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ഹെൽത്തുള്ള അവരെ ശരിക്കും അറിഞ്ഞും മനസ്സിലാക്കുന്ന അവരുടെ കുറവുകളെയും അവരുടെ മോശം വശങ്ങളെയും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾ തന്നെയാണെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്ന എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം അവർക്കൊരു ഹാപ്പി ഫാമിലി എനർജി, അവർക്കൊരു സന്തോഷം വേണം. അത് ലഭിക്കണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നവർക്കറിയാം. എന്താണേലും ഒരു തകർച്ചയിലാണ് നിൽക്കുന്നത്, ഒരു ട്രോമ, ഒരു ട്രാജഡി എനർജിയിലാണ് അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അവർക്കൊരു സെൽഫ് പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്. അവർക്ക് എല്ലാ സിറ്റുവേഷൻസിലും അവർ ആക്ഷൻ എടുക്കുന്നിടത്തെല്ലാം അവർക്ക് ഹാർട്ട് ബ്രോക്കൺ, അതായത് ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. ആരുമായിട്ട് അവർക്ക് വിശ്വസിച്ച് അവർക്കൊന്നും കണക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് കറൻ്റിലി നോക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഇമോഷണൽ പെയിൻ ലഭിക്കുന്ന സിറ്റുവേഷൻസും ഒരു കൺഫ്യൂസ്ഡ് ആക്കി കളയുന്ന, അവർക്ക് വിശ്വസിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആരെ വിശ്വസിക്കണം, ആരുടെ ഒപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് അവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിയേറ്റ് എനർജിയാണ്, ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്കൊക്കെ അവർ വരാൻ ശ്രമിക്കുന്നുണ്ട്. സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവരൊരു ട്രാവലിംഗ് എനർജി ആഗ്രഹിക്കുന്നത്, കുറച്ച് ദൂരെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസും കൂടി നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സറണ്ടർ എനർജിയാണ്. അവരുടെ ഒരു ഫീലിംഗ് സ്റ്റക്നെസ്സിന് അവരനുഭവിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റീനെ അവർ സറണ്ടർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ജസ്റ്റിസ് എനർജിയുടെ പ്രസൻസ് കൂടി കണക്റ്റഡ് ആയിട്ടുണ്ട്. എഫേർട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്, ഹാർഡ് വർക്കിംഗ് എനർജിയാണ്, ഫോക്കസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവർ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കണം, നീതി ലഭിക്കണമെന്നും പല കാര്യങ്ങളെയും ബാലൻസിൽ എത്തിക്കണമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ 1-2 വ്യക്തികളുടെ പ്രസൻസ് എപ്പോഴും അവരുടെ ഒപ്പമുണ്ട്. അത് അവരെ ശരിക്കും ബ്ലോക്കാക്കി കളയുന്ന പോലുള്ളൊരു ഫീലിങ്സ് കൂടി കാണുന്നുണ്ട്. എന്താണേലും സമയം ചേഞ്ച് ആവണം. അവരുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ടൊരു എനർജിയിലേക്ക് വരണമെങ്കിൽ അവരുടെ ടൈം മാറണമെന്നുള്ളതിനും കാലം അനുകൂലമാകണമെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി, അതായത് ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് സൺറൈസിങ് ആണ് കേട്ടോ. ഇത് ഏത് തരത്തിലുള്ള റിലേഷനെയാണ് കണക്റ്റ് ചെയ്താലും നിങ്ങളിലേക്ക് വന്നാലും അവസാനം നിങ്ങളിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി വന്ന് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ കാലം അനുകൂലമാകണം. കയറ്റ ഇറക്കങ്ങളും നല്ലതും ചീത്തയാകുന്ന ഒരുപാട്
കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കടന്നു പോകേണ്ടി വരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളോട് ഹൈഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇമോഷൻസ് തന്നെയാണ് കേട്ടോ. അവർക്ക് പാസ്റ്റിൽ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം ആഴത്തിൽ വിശ്വസിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിലൂടെ കടന്നു വന്ന ഒരു പ്രണയബന്ധത്തിൻ്റെ എനർജി അവരുടെ ലൈഫിൽ പാസ്റ്റിലുണ്ടായിരുന്നു. അതൊരു അൺകണ്ടീഷണൽ എനർജി ആയിരുന്നു. അത് ചെറിയ രീതിയിലുള്ളൊരു ബന്ധമായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അവരിലുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷകൾ വളരെ ശക്തമായ കോൺഫ്ലിക്റ്റിലാണ് അവസാനിച്ചത്. അതായത് ഒന്നിലധികം മറ്റു പുറമേ ഉള്ള വ്യക്തികളുടെ പ്രസൻസ് കൂടി ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് പല രീതിയിലുള്ള നെഗറ്റീവ് ആകുന്ന, അതായത് നമുക്കിപ്പോൾ അപവാദം പോലുള്ള സിറ്റുവേഷൻസുകളും ഒരു നെഗറ്റീവ് ആകുന്നു. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെയുള്ള ചില എനർജികളൂടി ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് ചില വ്യക്തികളിൽ. അങ്ങനെയുള്ള ചില രീതിയിലെ അപവാദങ്ങളും മറ്റും കേൾക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസും ഈ ഒരു വ്യക്തിയെ ഇമോഷണലി വളരെയധികം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും കടന്നുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അപവാദം കേൾക്കേണ്ടി വന്ന് ചെറിയ രീതിയിലുള്ള ശക്തമാകുന്ന രീതിയിലുള്ള അപവാദം അവർക്ക് കേൾക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവരെ ഇമോഷണലി ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു ഇമോഷൻസിനെ ചോദ്യം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്ലസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എല്ലാം അവസാനിപ്പിച്ചാണ് അവർ നിന്നിരുന്നത്. കാരണം അവരുടെ സമയത്തിൻ്റെത് കൂടിയാണ് കേട്ടോ ഇതെല്ലാം സംഭവിച്ചത്. മൂൺ എനർജിയുടെ പ്രസൻസ് അവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അത് അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ, അവർ ഒരു എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിന്ന ഒരു പാസ്റ്റ് എനർജി അവരിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് തോന്നിയ ഒരു ഇമോഷൻസ് അവരുടെ മനസ്സിൽ തട്ടിയുള്ളത് തന്നെയായിരുന്നു. നിങ്ങളെ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർക്കൊരു ഇംബാലൻസ് എനർജി ഉണ്ടായിരുന്നു. കാരണം പാസ്റ്റിലെ ഒരു ട്രോമ അവർക്കൊരിക്കലും വിട്ടുകളയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത് അവർക്കൊരു ട്രോമ, ഒരു പെയിൻ എനർജി ആയിട്ട് നിന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളോട് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് ഹൈഡ് ചെയ്തത് തേർഡ് പാർട്ടി പ്രസൻസുമായിട്ടുണ്ടായിരുന്ന ശക്തവും ഒരിക്കലും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്രോമാസുകളും പ്രോബ്ലംസുകളും തന്നെയാണ് അവർ നിങ്ങളോട് ഹൈഡ് ചെയ്തതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.